ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 2 ടയർ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ്. ഇത് നമ്മൾ കോക്കോമലൻ തീമിൽ ചെയ്തിട്ടുള്ള 2 ടയർ കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കാണിക്കുന്നുണ്ട്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം ഒരു ഡേ ഫുള്ളായിട്ട് ക്യാമറ പിടിച്ച് നടക്കണം, പിന്നെ അത് എഡിറ്റ് ചെയ്യണം, പിന്നെ നമ്മൾ വർക്കൊക്കെ അപ്പം സ്ലോ ആവട്ടോ. നമ്മൾ കുക്ക് ചെയ്യുന്ന കൂടെ തന്നെ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ അതാ ഞാനിതിപ്പം 8 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തെടുത്തിട്ടുള്ള കേക്ക് ഇതുപോലെ ക്രം കോട്ടൊക്കെ ചെയ്ത് ഫൈനൽ കോട്ടും ചെയ്ത് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവുകയാണേ. 2 കേക്കും ഫിനിഷൊക്കെ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫോണ്ടൻറ്റിൽ റെയിൻബോ ചെയ്യേണ്ട വർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രിയിലാണ് ഈ ഒരു റെയിൻബോൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും മോൾഡ് യൂസ് ചെയ്തിട്ട് ചെയ്യണമല്ല, അപ്പോൾ കൈ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും നമുക്ക് മോൾഡൊന്നും നമ്മളെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ കൈ യൂസ് ചെയ്തിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കുക്ക് അവിടെ മേലെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന കേക്കുകൾക്കൊക്കെ നമ്മൾ ഒരുപാട് ടൈം എടുക്കും. നമുക്ക് കട്ടറൊക്കെ ഉള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അയ്യോ കുക്കുവാ 2 തത്തുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഒന്ന് കൂട്ടിലാണ്. ഇവന് തീരെ കൂട്ടിൽ രാത്രിയിൽ എന്താ പറയുക, കിടക്കാൻ പോലും കൂട്ടിൽ കയറില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ അവന് നമ്മളെടുത്തേക്ക് വരികയാണ്. പിന്നെ അവർക്ക് എല്ലാതും വേണം, എല്ലാതും കൊത്തി പറിക്കണം. അപ്പോൾ ഞാൻ മോളോട് വേഗം അതിനെ എടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടോ, എന്നാലേ എൻ്റെ വർക്ക് ഇവിടെ നടക്കുള്ളൂ. അപ്പോൾ അതാ ഞാൻ അങ്ങനെ ആ ടൈമിൽ റെയിൻബോ കളർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. CMCയും കോൺഫ്ലോർ എല്ലാം ചേർത്ത് നല്ല ഡ്രൈ ആക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി ഇത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ വെക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് മേഘം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ആ കളേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട്, മേഘം വൈറ്റ് ആണല്ലോ, അപ്പം ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ അത് മുകളിൽ ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. ആദ്യം ഞാൻ നൈസായിട്ടാണ് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പം ഈ ഒരു കളർ ബോൾസ് ഉള്ളിൽ കൊടുത്തതുകൊണ്ട് തന്നെ അതിങ്ങനെ പുറത്തേക്ക് ആ ഒരു കളർ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ കട്ടിക്ക് ഒരു ലെയറും കൂടി വൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുന്ന വർക്കാകുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഇത് പിറ്റത്തെ ദിവസം വൈകിട്ട് കൊണ്ടുപോകാനുള്ള, അപ്പോൾ ഇത് രാത്രിയിലാണ് ചെയ്തേക്കുന്നത്. കേക്കെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് സാവധാനം ചെയ്താൽ മതി. പിറ്റത്തെ ദിവസം സാറ്റർഡേ ആണ്, സ്കൂളില്ല, മക്കൾക്ക് 2 സ്കൂളില്ല. അപ്പം കുറച്ച് ടൈമൊക്കെ ഉണ്ട് കേക്കിന്മേൽ ഇരിക്കാനൊക്കെ. പിന്നെ പെട്ടെന്ന് വേറെ ഏതെങ്കിലും കേക്ക് വന്നാലേ ഉള്ളൂ. അപ്പം സത്യത്തിൽ ഈ ഒരു സാറ്റർഡേ ഈ ഒരു കേക്ക് മാത്രമേ എനിക്ക് ഓർഡർ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വളരെ നൈസായിട്ട് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ ആ സൈഡിലൊക്കെ പൊട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു മേഘത്തിന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കൊക്കോമലൺ വിത്ത് മറ്റേ റെയിൻബോ 2 തീമും ഒരു കേക്കിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ നമുക്ക് കേക്കിൻ്റെ മോഡൽ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ബാക്കി വർക്ക് ഞാൻ മോർണിംഗ് ചെയ്യാമെന്ന് കരുതി, സ്കൂളില്ലല്ലോ. അപ്പോൾ കാലത്ത് തന്നെ എഴുന്നേറ്റിട്ട് ഇതുപോലെ ഫ്രണ്ടിൽ വന്നിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്വഭാവം ഉണ്ട്, ഫ്രണ്ടിലൊക്കെ വന്ന് ഇതുപോലെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട്. ഞാനിപ്പോൾ കുടിക്കുന്നത് ബദാം മിൽക്കാണ് കേട്ടോ. ബദാം പൗഡർ നമ്മളെ ആരി വന്നിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മളെ വീട്ടിലേക്ക്. അപ്പം ആരി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. എൻ്റെ പൗഡർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരി വരുമ്പോൾ എനിക്ക് നല്ല ഗിഫ്റ്റായിട്ട് 2 പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ എഴുന്നേറ്റെങ്കിൽ കൂടി അവർ ബെഡിൽ ഫോണെല്ലാം നോക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത്രയും റിലാക്സ് ആയിട്ട് ഇരിക്കുന്നത് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞാൽ നിങ്ങൾ നെട്ടും. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ട് അത്ര അങ്ങനെ ഭയങ്കര കൂളായിട്ടില്ലാതെ സാവധാനം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള പിക്ചർ. അപ്പോൾ ഇതിലൊരു ഡെക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡെക്കിന് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ മോളോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് റെഡിയാക്കി തരുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെ പറഞ്ഞാലൊന്നും അങ്ങനെ വല്ലാണ്ട് കേൾക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇതൊക്കെ കൈ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. പണ്ട് പോലും ക്ലേ പോലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ക്ലേ ഒക്കെ എപ്പോഴല്ലേ ഉണ്ടായതല്ല. അപ്പോൾ നമ്മളൊന്നും ഇങ്ങനത്തെ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് അറിയുന്ന രീതിയിലൊക്കെ കണ്ട് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഒരു കസ്റ്റമർ നമുക്കൊരു പിക്ചർ അയച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നമ്മൾ പറ്റില്ല എന്ന് പറയില്ല കേട്ടോ. നമ്മളെ കൊണ്ട് മാക്സിമം ട്രൈ ചെയ്യാമെന്നേ പറയുള്ളൂ. അപ്പോൾ ഞാനിപ്പം എന്താ പറയുക, ആ ഡെക്കിൻ്റെ ബോഡിയൊക്കെ ഉണ്ടാക്കുകയാണ്. ഹെഡ് അതുപോലെ തന്നെ ഒരു ചിറക് കൊടുക്കണുള്ളൂ കേട്ടോ. കാരണം ബാക്ക് സൈഡ് എന്തായാലും കാണില്ല, അതിലും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈഡിലുള്ള ചിറക് മാത്രമാണ് ഇപ്പോൾ വരച്ചും കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കിയ ചിറക് അങ്ങോട്ട് കേട് വന്നു. അത് ഇങ്ങനെ ഞാൻ വിചാരിച്ച ആ ഷേപ്പിലെത്തില്ല. അപ്പോൾ ഞാൻ വീണ്ടും അത് ചുരുട്ടി വീണ്ടും പരത്തിയെടുത്ത് വീണ്ടും ഞാൻ അതുപോലെ ഒന്നും കൂടി റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് രാവിലെ തന്നെ ചെയ്യാൻ കാരണം രാത്രിയിൽ എനിക്ക് അത്യാവശ്യം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നു. എല്ലാവർക്കും ചപ്പാത്തി മതി എന്ന് പറഞ്ഞപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ പിന്നെ ഇത് മടി പിടിച്ച്. പിന്നെ ഇത് കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ളതല്ലേ, അപ്പോൾ പിന്നെ ഒത്തിരി ഡ്രൈ ആയിട്ടില്ല എന്ന് കരുതിയിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സൈഡിൽ വെക്കാനുള്ള നമ്മളെ മേഘം അതുപോലെ അതെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചിറകിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കൈ യൂസ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഒന്ന് ജസ്റ്റ് റെഡി ആക്കിയിട്ട് അവിടെ ഞാൻ ആദ്യം ഒന്ന് വെച്ച് കൊടുക്കണുള്ളൂ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗ്ലൂക്ക് പകരം വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്തിരുന്നത്. അത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ചിറക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതവിടെ ഞാൻ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. അതിന് ശേഷം ഞാൻ ബാക്കി വന്നിട്ടുള്ള മഞ്ഞ അതെടുത്തിട്ട് ഉരുട്ടിയിട്ട് ഒരു ഹെഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചെയ്തു വന്നാൽ നമ്മൾക്ക് തന്നെ നമ്മൾ ഉണ്ടാക്കിയത് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ തല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോണ്ടൻ്റ് ടൂളിൽ ഇതുപോലെ ഒരു ടൂളുണ്ട്, അത് വെച്ചിട്ട് 2 കുത്ത് കൊടുക്കുന്നുണ്ട് തലമേൽ, കണ്ണ് ഇതാക്കാനുണ്ടോ. അപ്പോൾ അത് വീഡിയോയിൽ കാണുന്നില്ല, ഞാൻ കരുതിയത് വീഡിയോയിൽ കാണുന്നുണ്ടെന്നാണ്. അപ്പം എന്താ പറയുക, കണ്ണിന് 2 പോയിൻ്റ് കൊടുത്തു, അതുപോലെ മൂക്കിനും ഒരു പോയിൻ്റ് കൊടുത്തിട്ട് അവിടെയൊക്കെ കറുപ്പ് ഫോണ്ടൻ്റ് എടുത്തിട്ട് അവിടെ ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഓറഞ്ച് ഫോണ്ടൻ്റ് റൗണ്ടാക്കിയിട്ട് മൂക്കിൻ്റെ അവിടെയും വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മളെ ക്യൂട്ട് ഡെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് പ്രിൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പ്രിൻ്റ് കട്ട് ചെയ്തിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ഫോണ്ടൻ്റിലുണ്ട്, ഇതിൽ പ്രിൻ്റ് എടുത്തതുകൊണ്ട്. പിന്നെ ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാനായിട്ട് പോയിട്ടോ. അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഈ എല്ലാ പണികളും നമ്മൾ തന്നെയാണ് ചെയ്യാറെന്ന്. എല്ലാ പണികളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ മുറ്റടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഡെയിലി ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഇപ്പം ഒരുപാട് കച്ചറ ഇലയൊക്കെ നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഫ്രീ ടൈമിൽ, അതും ഇങ്ങനെ രാവിലെ ഒന്നും ഞാൻ എപ്പോഴും അടിക്കാറില്ല. 11 മണി കഴിഞ്ഞിട്ടോ, ചിലപ്പോൾ 12 മണിക്കോ, ചിലപ്പോൾ വൈകിട്ടോ, അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു ടൈമിലൊക്കെ കേട്ടോ ഞാനിതെല്ലാം ചെയ്യാറ്. പിന്നെ ഞാൻ മുറ്റടിച്ച് കഴിഞ്ഞാൽ എല്ലാ ചമ്മലും എടുത്തിട്ട് കത്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കത്തിച്ച് കഴിഞ്ഞാൽ എന്നും എൻ്റെ കയ്യിൽ എനിക്ക് ചീത്ത കേൾക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുള്ള് ചെടികളാണ് കേട്ടോ. ചെടിയെന്ന് വെച്ചാൽ നമ്മളെ ഫ്രൂട്ട് അങ്ങനത്തെ ഇതൊക്കെ. അപ്പം ഞാൻ അതിൽ കത്തിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒന്നുകിൽ വാഴൻ്റെ ഇല കരിഞ്ഞു പോയി, അല്ലെങ്കിൽ മാവിൻ്റെ കൂമ്പ് പോയി, അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് എന്നും ചീത്ത കേൾക്കും. അപ്പോൾ അത് കാരണം എനിക്ക് ഇല്ലാത്ത ടൈം നോക്കിയിട്ടാണ് ഞാനിത് അടിച്ചു വാരിയിട്ട് തീ കൊടുക്കുന്ന പരിപാടി. കാരണം എന്തായാലും ഏതെങ്കിലുമൊക്കെ ഒരു ചെടി പോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നും ചീത്ത കേൾക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു സൈഡായിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ബാക്കൊക്കെ ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ടുള്ളൂ. അങ്ങനെ ഇതാ ഉള്ളിൽ വന്നപ്പോൾ മക്കളൊക്കെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പഴം പുഴുങ്ങിയതും അതുപോലെ തന്നെ കോഴിമുട്ട പുഴുങ്ങിയതുമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ സൺഡേ അധികം അതായിരിക്കും. ഇന്ന് സാറ്റർഡേ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ മന്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സൺഡേക്ക് പകരം അത് സാറ്റർഡേക്ക് ആക്കിയതാണ് ഞാൻ. അപ്പോൾ മക്കളൊക്കെ പാലൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾ എന്തായാലും വീട്ടിലുണ്ടാവും. അപ്പോൾ ഫ്രൂട്ട്സ്, ജ്യൂസ് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മന്തി ഉണ്ടാക്കാനും. പിന്നെ ബാക്കി കേക്ക് ഫുള്ളായിട്ടുള്ള ഡെക്കറേഷൻ ഫുള്ള് എടുത്ത് വെക്കാനൊക്കെ ഉണ്ട്. അതുപോലെ ഒഴിവ് ദിവസം ആയാൽ ഇതുപോലെ മക്കൾക്ക് എണ്ണ ഇട്ട് കൊടുക്കുന്ന പരിപാടി, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ മോൻ ആദ്യമൊന്നും തലയിൽ അങ്ങനെ എണ്ണ തേക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള എണ്ണയാണ് കേട്ടോ ഇപ്പോൾ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു എണ്ണ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മളെ ആരിസ് ഹെവനിലെ ആരി ഒരു എണ്ണയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ആ ഒരു എണ്ണ ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മോളുടെ തലയിൽ ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. മോളുടെ തലയിൽ നിറച്ചും താരനാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു എണ്ണ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞാനിതിൻ്റെ നമ്പർ താഴെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ ആര് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ ഉള്ളി ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും ഞാൻ എണ്ണ ഉണ്ടാക്കുന്നത് വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ അതിനേക്കാളും കുറേ ഇൻഗ്രീഡിയൻസ്, ചെറിയ ഉള്ളി, കരിഞ്ചീരകം, അതുപോലെ ഉലുവ, അങ്ങനത്തെ കുറേ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ടാണ് കേട്ടോ ആര്യയുടെ ഈ ഒരു മേക്കിംഗ് വീഡിയോ. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ അതാ മോനോട് ഞാൻ ചെടിയൊക്കെ ഉണങ്ങി പോയിരിക്കണം, അപ്പോൾ അതൊക്കെ നനക്കാൻ പറഞ്ഞു. പിന്നെ മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് കേക്കിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മളെ ഫദ്വാസ് കിച്ചണിലെ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ മന്തി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ നമ്മളെ കേക്ക് സ്റ്റാക്കെല്ലാം ചെയ്ത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, റീൽസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് 2.5 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴത്തത് 8 ഇഞ്ചിൻ്റെ പാനും മുകളിലത്തത് 6 ഇഞ്ചിൻ്റെ പാനുമാണ്. താഴെ വന്നിട്ട് ബ്ലൂബെറി ഫ്ലേവറും അതുപോലെ മുകളിൽ പിസ്ത ഫ്ലേവറും, അങ്ങനെ 2 ഫ്ലേവറിലായിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പേരെങ്കിലും സ്റ്റാറ്റസ് കാണുന്ന ടൈമിൽ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഇങ്ങനെ റിപ്ലൈ കൊടുക്കുമ്പോൾ നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വീഡിയോയിലൂടെ പറയുമ്പം എല്ലാവർക്കും അറിയാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഇൻസ്റ്റ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക.
അതുപോലെ തന്നെ കേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് കാണുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.